ആരിഫ് സർ, താലിബാൻ വിദേശകാര്യമന്ത്രി മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനം. ജയശങ്കറുമായി നമ്മുടെ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തി. അതിനുശേഷം നടന്ന പത്രസമ്മേളനം, അതിൽ വനിതാ റിപ്പോർട്ടർമാരെ പങ്കെടുപ്പിച്ചില്ല. അങ്ങനെ താലിബാൻ ഇന്ത്യയിൽ എന്ന തലക്കെട്ടോടുകൂടി വരുന്ന മാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെയൊക്കെ വാർത്തകൾക്ക് താഴെ വലിയ വിവാദങ്ങളാണ് നടക്കുന്നത്. വനിതാ റിപ്പോർട്ടർമാരെ പങ്കെടുപ്പിച്ചില്ല എന്നതാണ് പ്രതിപക്ഷവും ഒട്ടുമിക്ക ആളുകളും ഇന്ത്യയിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന്. താലിബാന്റെ ഇന്ത്യ സന്ദർശനത്തെ ഒപ്പം ഏറ്റവും ഒടുവിൽ കത്തുനിൽക്കുന്ന ഈ ഒരു വിവാദത്തെയൊക്കെ ആരിഫ് സാർ എങ്ങനെ വിലയിരുത്തുക? നമസ്കാരം. താലിബാൻ എന്നല്ല, നമ്മുടെ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള നമ്മുടെ അയൽ രാജ്യങ്ങൾ, ഏത് രാജ്യങ്ങളായാലും അവരുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ താലിബാനുമായി നടത്തിയ ഈ പറയപ്പെടുന്ന ആ ഒരു പത്രസമ്മേളനം എന്നൊക്കെ പറയുന്നത്, അത് വളരെ ഒരു തെറ്റായ രീതിയിൽ, തെറ്റായ ദിശയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒന്നാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അത് BJP എന്ന് പറയുന്ന പാർട്ടിയും അവർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരും അത് അവിടെ ചെയ്തു വെക്കുന്ന ഒരു സമയത്ത് അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം, പ്രത്യേകിച്ച് ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം, അതുപോലെ തന്നെ ഇവിടെയുള്ള തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അവിടെയാണ് നമ്മളുടെയൊക്കെ ഒരു ആശങ്ക പൊന്തി വരുന്നത്. ഇപ്പൊ ഇതിൽ നമ്മൾ കണ്ടു, സ്ത്രീകളെ പത്രസമ്മേളനത്തിലേക്ക് അവിടെ കയറ്റിയില്ല. ആ സ്ത്രീകളായിട്ടുള്ള പത്രപ്രവർത്തകരെ അവിടെ നിന്നും ഇറക്കി വിടുന്നു എന്ന് പറയുന്ന ഒരു സംഗതി. അതേപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാണുന്നത്, അവരിരുന്നതിന്റെ പിന്നിൽ തകർക്കപ്പെട്ട ബാമിയൻ ബുദ്ധ പ്രതിമകളുടെ ഒരു ചിത്രം അത് അവിടെ പ്രദർശിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. ഇത്തരത്തിലുള്ള സംഗതികൾ, ഇത്തരത്തിലുള്ള ഇമേജറീസ്, ഇത് കൊടുക്കുന്ന ഒരു സന്ദേശം, അതാണ് നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് ഇതിന് കാണുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, നമ്മൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? താലിബാൻ. ആ താലിബാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? പല കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും, അവിടെയുള്ള പട്ടിണിയും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരുന്നത് അവിടുത്തെ സ്ത്രീ വിരുദ്ധത, അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ താലിബാൻ അറിയപ്പെടുന്നത് തന്നെ സ്ത്രീ വിരുദ്ധതയുടെ പേരിലാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മളൊരു വാർത്ത നമ്മൾ കണ്ടത്, അവിടെ നടന്ന ആ ഭൂകമ്പത്തിൽ അവിടെ മരിച്ചു കിടക്കുന്ന സ്ത്രീകളുടെ ശവശരീരം എടുത്തുകൊണ്ട് പോകാൻ പോലും ആളെ കിട്ടുന്നില്ല. കാരണം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തുടരുത് എന്ന് പറയുന്ന ഇസ്ലാമിക നിയമം അത് ശവങ്ങൾക്ക് പോലും ബാധകമാണ് എന്ന് വരുന്നിടത്താണ് ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധത അത് താലിബാൻ അവിടെ അപ്ലിക്കബിൾ ആക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടത്. അതേപോലെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ കിട്ടായിക വരുന്നത്, അതുകൂടാതെ അതിന്റെ പേരിൽ ആളുകൾ മരിച്ചു വീഴുന്നു. വെറും ചികിത്സ നമുക്കൊക്കെ അറിയാം. നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവിടെ സ്ത്രീയാണോ പുരുഷനാണോ നോക്കിയിട്ടൊന്നുമല്ല നമ്മളത് ചെയ്യാതിരിക്കുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കാണുന്ന താലിബാന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തിൽ അവിടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു സ്ത്രീ വിവേചനം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു നാഷണൽ പോളിസി എന്ന നിലയ്ക്ക് അവിടെ അത് കാണുന്നു. ഇന്റർനെറ്റ് ഈ അടുത്ത് നിരോധിക്കുന്നത് പോലും കണ്ട്. അതിന് അവർ വെച്ച കാരണം തന്നെ മിനിസ്ട്രി ഓഫ് വിർച്യു ആൻഡ് വൈസ് എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള എന്താണ് സദാചാര ഒരു വകുപ്പ് എന്ന് വേണമെങ്കിൽ പച്ചമലയാളത്തിൽ പറയാം. ആ സദാചാരത്തിന് വേണ്ടിയിട്ട് അതിന്റെ പോലീസുകാരായിട്ടുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ട് ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ട് അത് വലിയ പ്രശ്നമാവുന്നു എന്ന് കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണുക. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു ആംഗിളാണ്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇത് ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ ചെല്ലുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് എന്ത് ആവശ്യമാണുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യമായിട്ട് വരിക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ആവശ്യം നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ബാക്ക് ഡോറിലൂടെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഇതുപോലെ ഫ്രണ്ട് ഡോറിലൂടെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഫ്രണ്ട് ഡോറിലൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇത് കൊടുക്കുന്ന സന്ദേശം, അവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇതിലൊരു വിഷയമായിട്ട് വരിക. ഈ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സംഗതി എതിർക്കാനോ എതിർക്കാതിരിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുമ്പോൾ ഇത് മറ്റൊരു വശത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതെ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞത് കണ്ടില്ലേ, താലിബാൻ എന്താണെന്ന് അറിയാം, നിങ്ങൾ എല്ലാവരും വിമർശിക്കുന്നു, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ ഇതിനോട് യോജിക്കുന്ന രീതിയിലേക്ക് നിൽക്കുന്നു എന്നും വരുമ്പോൾ ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ബയസ് കൂടുതൽ ശക്തിപ്പെടുന്നതിനാണ് വഴിവെക്കുക. ഇതാണ് ഞാൻ ഇതിൽ കാണുന്ന ഒരു കാര്യം. അങ്ങനെ വഴിവെക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഇതിൽ മുതലെടുപ്പ് നടത്തുന്ന ഒരു കൂട്ടം ആളുകളാരാണ്? അത് ഇവിടുത്തെ തീവ്ര മതവിശ്വാസികളാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സൂംബ ഡാൻസിനെയൊക്കെ വിമർശിച്ച ആളുകളെ കണ്ടു, മറ കെട്ടിയ നമ്മളുടെ വിസ്ഡം ഗ്രൂപ്പിനെയൊക്കെ കണ്ടു. അപ്പൊ അവര് വെക്കുന്ന സംഗതിയും ഈ താലിബാൻ ചെയ്യുന്ന സംഗതിയും ഒന്നു തന്നെയാണെന്ന് വരുമ്പോൾ ഇതെല്ലാവരും ഇതിനെ അനുകൂലിക്കുന്നവരൊക്കെ ഇവരിൽപ്പെട്ടവരാണ് എന്ന് വരുത്താനുള്ളൊരു സാധ്യത അവിടെ വർദ്ധിക്കുമ്പോൾ ഇത് സത്യത്തിൽ കൂടുതൽ മുസ്ലിങ്ങൾക്ക് ദോഷമായിട്ട് മാറുകയാണ് ചെയ്യുക. അതിന്റെ പേരിലുള്ള ബയസിന്റെ അടിസ്ഥാനത്തിലുള്ള ഹെയ്റ്റിന് അത് വഴിവെക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്,
ഈ ഒരു സംഗതിയിലൂടെ ഇതിനോടകം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന താലിബാന് അവരുടെ ആക്ഷൻസിനെ നോർമലൈസ് ചെയ്യുന്നു. ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളെ പോലും നിരോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇവിടെ ചില കാര്യങ്ങൾ നിൽക്കുന്നു. അവരിവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ ആളുകൾ ഇവിടെ വന്ന് കൊന്ന് തള്ളിക്കഴിയുമ്പോഴേ നമുക്ക് ഹമാസിനെ നിരോധിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്നിടത്ത് അത് വലിയ തെറ്റായ ഒരു സന്ദേശമാണെന്നാണ് അവിടെയും പറയാനുള്ളത്. കാരണം ഒരു ഫോറിൻ ടെറർ ഓർഗനൈസേഷൻസിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനൊക്കെ നമ്മൾ മാറ്റിവെച്ച് അവരെ നിരോധിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു നെക്സ്റ്റ് 10 ഇയേഴ്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതിൻ്റെ കാരണം ഇതുപോലെയുള്ള റാഡിക്കലൈസേഷൻ ഇവിടെ വർദ്ധിച്ച രീതിയിൽ നടക്കുന്നുണ്ട്. അതിന് ഗുണകരമാവുന്ന രീതിയിലാണ് ഇതുപോലെയുള്ള സംഗതികളൊക്കെ വരുന്നത്. ഇനി താലിബാന്റെ ഒരു ആഗമനം അതിൽ നമ്മൾ കാണുമ്പോൾ ഇവിടെ ദിയോബന്ദ് എന്ന് പറയുന്ന ഒരു മദ്രസ നമ്മളുടെ ഉത്തർപ്രദേശിലുള്ള ആ മദ്രസയിൽ വലിയ ആഘോഷരാവാണ്. കാരണം എന്താണ്, അവിടെ നിന്നും പഠിച്ചു പോയ ഒരു വലിയ ആളാണ്, അല്ലെങ്കിൽ ആ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് താലിബാൻ. എന്ന് പറഞ്ഞാൽ ഈ താലിബാൻ എന്താണോ ചെയ്യുന്നത് അവർക്കുള്ള എല്ലാ ആശയ പരിസരവും ഒരുക്കി കൊടുത്ത ആ മദ്രസ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. ആ ഇന്ത്യയിലുള്ള ദിയോബന്ദ് മദ്രസയിൽ നിന്നാണ് ഈ സാധനം മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നും കൂടി വരുമ്പോൾ നമ്മുടെ നാട്ടിലടക്കം കറങ്ങി നടക്കുന്ന മഹദനി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതുപോലുള്ള ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ ദിയോബന്ധുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പൊ ദിയോബന്ദ് പോലെയുള്ള ഒരു മദ്രസ ഇന്ത്യൻ മണ്ണിൽ ഇപ്പോഴും ഇവിടെ വേരോടുന്നു, അതിനെയും നിയന്ത്രിക്കുന്നില്ല. ഇതുപോലുള്ള തീവ്രവാദികൾക്ക് അവർ ചെയ്തു വെക്കുന്ന വളരെ സ്ത്രീവിരുദ്ധമായതും അല്ലെങ്കിൽ മാനവിക വിരുദ്ധമായ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു വലിയ വിസിബിലിറ്റിയും കൊടുക്കുന്നു എന്ന് വരുന്നിടത്ത് BJP ഗവൺമെന്റ് ഇവിടെ ചെയ്യുന്നത് സത്യത്തിൽ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു വിഷയം അവിടെ വരികയാണ്. സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു, നാരി ശക്തി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയും എന്നിട്ട് ഇപ്പുറത്ത് ഇതേപോലെ സ്വന്തം നാട്ടിലെ സ്ത്രീകളായിട്ടുള്ള പത്രപ്രവർത്തകർക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൊട്ടക്ഷൻ നിലനിൽക്കുക, ആർട്ടിക്കിൾ 14, 15 ഒക്കെ പറയുന്ന ഒരു നോ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന സംഗതി, നോൺ ഡിസ്ക്രിമിനേഷൻ, അതിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കേണ്ട ഒരു ഗവൺമെന്റ് ഇതുപോലുള്ള ആളുകൾക്ക് അത് വകവെച്ചു കൊടുക്കുന്നു എന്ന് വരുമ്പോൾ നമ്മളുടെ ജീവൻ, ഈ പറയുന്ന നാരീശക്തി എന്തു തന്നെ ആയാലും അതൊരു അഫ്ഗാനി പട്ടാളം അല്ലെങ്കിൽ ഒരു അഫ്ഗാനി നേതാവ് വന്നു കഴിയുമ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിവെക്കുന്ന സാധനങ്ങളാണ് എന്ന് വരുമ്പോൾ നമ്മളുടെ സോവറിനിറ്റി പിന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു പോകുന്നത്. സത്യത്തിൽ ഇതൊരു വലിയൊരു ഡാർക്ക് മൊമെന്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു ലജ്ജ തോന്നുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം. അത് പറഞ്ഞിട്ടുള്ളത് നുപൂർ ശർമ്മ വിഷയത്തിലാണ് ഇത് നമ്മൾ അന്ന് പറഞ്ഞത്. കാരണം നുപൂർ ശർമ്മ ഒരു മതവിമർശനത്തിന്റെ ചൊവ്വയുള്ള ഒരു സംഗതി പറഞ്ഞപ്പോൾ അത് പറയാനുള്ള അവകാശം അവർക്ക് ഉണ്ടായിരിക്കെ. ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഇന്ത്യ ഉയർത്തി വെക്കുന്ന സംഗതി അവർക്കുണ്ടായിരിക്കെ. അവരെ കൈയൊഴിയുകയും മറ്റു രാജ്യങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവരെ ഈ പറയുന്ന ആളുകൾക്ക് അവരുടെ ആ റേജിന് എറിഞ്ഞു കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സർ തൻസെ ജുദ എന്ന് പറഞ്ഞിട്ട് അവർ കഴുത്ത് വെട്ടണം, അവരെ പച്ചയ്ക്ക് കത്തിക്കണം എന്ന് പറയും. കയ്യിൽ കിട്ടാത്തത് കൊണ്ട് അവർ കോലം വരെ ഉണ്ടാക്കി കത്തിക്കുന്നത് വരെയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഈ തരം ജിഹാദി ഭീകരതയ്ക്ക് അഴിഞ്ഞാടാനുള്ള വഴികൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് നുപൂർ ശർമ്മ വിഷയത്തിൽ. ഈ വിഷയത്തിലും അതിനുള്ള ആശയ പരിസരത്തിനുള്ള ഒരു പിന്തുണ, ഒരു ലെജിറ്റിമൈസേഷൻ, ഒരു നോർമലൈസേഷൻ കൂടിയാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്. വളരെ തെറ്റായിട്ടുള്ളൊരു ദിശയിൽ പോകുന്ന സാധനം ആണ് എന്ന് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത്. അല്ല സർ, അവിടെ പലർക്കും അലിഫ് സാർ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ പലർക്കും എനിക്കുൾപ്പെടെ തോന്നിയ ഒരു സംശയം ഉണ്ടായിരുന്നു. മറ്റൊരു രാജ്യത്ത് നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ഒരു വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ആളുകളോ വരുന്നു. അവർ വന്നതിന് ശേഷം ഇവിടെ എംബസിയുമായി ചേർന്നാണ് ഈ പത്രസമ്മേളനവും കാര്യങ്ങളും ഒക്കെ അവരവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ എംബസിയിൽ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ ഒരു വാർത്താ സമ്മേളനമായാലും സംഘടിപ്പിക്കാം എന്നുള്ളൊരു നിയമമുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ പാലിക്കാൻ നമ്മുടെ രാജ്യത്തെ വേണ്ടപ്പെട്ട ഭരണാധികാരികൾ, അത് ജയശങ്കർ ആയാലും അല്ലെങ്കിൽ ഈ പത്രസമ്മേളനം കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റേത് ഡിപ്പാർട്ട്മെന്റ് ആയാലും അവരത് പാലിക്കണം എന്നുള്ളൊരു നിയമമുണ്ടോ? ഇനി അങ്ങനെ പാലിച്ചില്ല, നിയമം അങ്ങനെ നിർബന്ധിക്കുന്നൊന്നുമില്ല എന്ന് തന്നെ കൂട്ടാം. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ വന്ന് ചെയ്യാം എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ എംബസികൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഇതുപോലുള്ള തീവ്രവാദികളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് അവരുടെ തീവ്രവാദ പ്രവർത്തനത്തിനുള്ള ഒരു മദ്രസയായിട്ട് അത് മാറ്റാനുള്ള ഒരു അവസരമല്ലേ അത് ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ ഒരു ന്യൂക്ലിയസ് ആക്കി ഇതുപോലുള്ള എംബസികൾ മാറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഏത് തീവ്രവാദികൾക്ക് വേണമെങ്കിലും ഇതുപോലൊരു സ്വഭാവം വന്നു കഴിയുമ്പോൾ അത് നട്ടുപിടിപ്പിക്കാനുള്ള ഒരു വഴിയാക്കി ഇത് മാറ്റിക്കൂടെ. എന്ത് തന്നെ ആവട്ടെ, ഇനി ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇത്തരം നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ചേനെ എന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇങ്ങനെ ഒരു സംഗതി ചെയ്യാൻ ഇതൊക്കെയാണോ നമ്മളുടെ പ്രധാനപ്പെട്ട എതിരാളികൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരുമായിട്ട് മൽപ്പിടുത്തത്തിലൂടെ ഇതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്തെടുക്കാനുള്ള എന്താണ് അവിടെ ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.
ഇന്ത്യക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലേ? അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും, ചെയ്യാനും, തീർക്കാനും ഒക്കെ. കാരണം പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനും നമുക്കുമുള്ളത് ബന്ധം എന്ന് പറയുന്നത് സൗഹൃദ ബന്ധം തന്നെയാണ്. അവിടെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. അല്ലാതെ അഫ്ഗാനിസ്ഥാനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല. ആ സമയത്ത് ഇതുപോലെ ഒരു സംഗതി ചെയ്യേണ്ടി വരുന്നത് ഒരു ഒരു ഗതികേടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള നിയമങ്ങളുടെയൊക്കെ മറപിടിച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്നത് തന്നെ ഒരു ഗതികേടാണെന്നാണ് പറയുന്നത്. എംബസികളിൽ ഇങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് ഇവിടെ ഉന്നയിച്ചുകൊണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ശരിയാക്കിയേനെ എന്ന് പറയുന്നത്, അത് എത്രത്തോളം അതിനകത്ത് സാങ്കത്യമുണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിൽ? അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്നുള്ളത് തന്നെയാണ്. യെസ്. എന്തായാലും വനിതാ റിപ്പോർട്ടർമാരെ താലിബാന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ല എന്നുള്ള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ, ചർച്ചകളൊക്കെ സജീവമാവുകയാണ്. ഇതിന് ചിലരെങ്കിലും പറയുന്ന ഒരു ന്യായീകരണം കൂടിയായിരുന്നു എന്റെ ആ ചോദ്യം എന്ന് പറയുന്നത്. എംബസികളിൽ ചില നിയമങ്ങൾ അത്തരത്തിലുണ്ട്. ഏത് എംബസിയാണോ അല്ലെങ്കിൽ ഏത് രാജ്യത്തെ പ്രതിനിധീകരിച്ചാണോ ആളുകൾ വരുന്നത്, അവരുടെ എംബസികൾ മുന്നോട്ട് വയ്ക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതനുസരിച്ച് അവർക്ക് പത്രസമ്മേളനം പോലെയുള്ളവ നടത്താൻ പറയാം ഒരു സർ. ഒ ആരിഫ് സാറിന് യാ പറയാം. ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പം നമ്മളിവിടെ ഉം. ഈ ഹമാസ് നടത്തിയ വിഷയം, ഗാസ വിഷയത്തില് അവരെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മള് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സോ ആർ യു ട്രൈയിങ് ടു റിവാർഡ് ടെററിസം എന്നാണ് നമ്മൾ ചോദിച്ചത്. അതായത് ഈ ഒക്ടോബർ 7 നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം എല്ലാവരും കൂടി വന്ന് യുഎന്നിലൊക്കെ പ്രമേയം പാസാക്കി എല്ലാവരും കൂടി പാലസ്തീൻ അംഗീകരിക്കുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ ടെററിനെ നിങ്ങൾ റിവാർഡ് ചെയ്യുന്നോ എന്നാണ് നമ്മൾ അന്ന് ചോദിച്ചത്. ആളുകൾ എല്ലാവരും ചോദിച്ചത്, ബോധമുള്ള ആളുകൾ മുഴുവൻ ചോദിച്ചത് അതാണ്. എന്ന് പറഞ്ഞ മാതിരി നമ്മളിവിടെ ഇന്ത്യയിൽ ഈ പറയുന്ന താലിബാന്റെ ആളുകൾ വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനൊരു അവസരം കൊടുക്കുന്നു, ഇതിന് ഈ തരത്തിലുള്ളൊരു ന്യായം കണ്ടെത്തി കൊടുക്കുന്നു എന്ന് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന തീവ്രവാദം കൊണ്ട് നടക്കുന്ന ഈ തരത്തിലുള്ള സംഗതികൾ കൊണ്ട് നടക്കുന്ന താലിബാന് ഒരു റിവാർഡായിട്ടാണോ ഇത് നമ്മൾ വെച്ച് നീട്ടുന്നത്? ഇതും ഒരു റിവാർഡ് ചെയ്യുന്നതിന് തുല്യമല്ലേ? അവർ ചെയ്യുന്ന സംഗതികൾ എതിർക്കാതിരിക്കുക, അതിനെ തുറന്നു പറയാതിരിക്കുക. സത്യത്തിൽ എന്താ ചെയ്യേണ്ടിയിരുന്നതെന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇങ്ങനെ സംഭാഷണം വേണം, നിങ്ങൾക്ക് നമ്മളുടെ റോള് ആവശ്യമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ചില കാര്യങ്ങളുണ്ട്. അത് വന്നാൽ മാത്രമാണ് ഇത് ഇങ്ങനെയുള്ള നമ്മൾ ആ നയതന്ത്ര ബന്ധം ഊഷ്മളമാകണമെങ്കിൽ നിങ്ങൾ നടത്തുന്ന തീവ്രവാദം അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഈ തീവ്രവാദത്തിനപ്പുറം അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ സ്ത്രീകൾ നേരിടുന്ന വിഷയം. അതിനൊരു അയവ് വരുത്തണം എന്ന് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ, ഒരു പവർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു രാജ്യമല്ലേ ഇന്ത്യ. അത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യാതെ ബാക്കിയുള്ളതൊക്കെ വിടുക. അത് ചെയ്യാതെ ഇത് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്ന് വരുന്നത്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സംഗതിയാണോ അങ്ങനെ ചിന്തിക്കുമ്പോൾ? അല്ലാന്ന് തന്നെയാണ് ഞാൻ പറയാ. അവിടെ ഈ തരത്തിലുള്ള സംഗതികൾക്ക് ഒരു റിവാർഡ് കൊടുക്കുന്നതിന് തുല്യമാണ്. അവരെന്തൊക്കെ ചെയ്താലും ശരി, ലോകത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഒപ്രസീവ് ആയിട്ടുള്ള ഒരു റെജീമിനെ അംഗീകരിക്കുന്ന ഒരു രാജ്യമായിട്ട് കൂടി ഇന്ത്യ മാറുമ്പോൾ ഇത് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇത് മറ്റു പല രാജ്യങ്ങളിലെ വിഷയങ്ങളിൽ ഇന്ത്യ കൈക്കൊള്ളുന്ന ആ നിലപാടിനെ പോലും സംശയത്തിന്റെ മുന്നിൽ നിർത്താൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഹമാസ് വിഷയത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇസ്രായേലിനോടൊപ്പം പാലസ്തീനോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നയതന്ത്രത്തിന്റെ പേരിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു. ഈ റഷ്യയോടൊപ്പം എന്ന് പറയുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് നമ്മുടെ വിഷയമേ അല്ല എന്ന് വരുന്നു. നമ്മുടെ തൊട്ട അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഹിന്ദു കൂട്ടക്കൊല നടത്തുമ്പോൾ ആ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവിടുത്തെ രാജ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളിവിടെ പല പല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഇപ്പോഴും ആ നരനായിട്ട് അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു കൂട്ടക്കൊല അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വംശഹത്യ തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനി എത്ര ലെവലിലേക്ക് പോയാലാണ് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഇന്റർനാഷണൽ പ്രഷറൈസേഷന് നമുക്ക് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുക അവിടെ പോയി ബോംബിടണം എന്നല്ല ഈ പറയുന്നത്. ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കേണ്ട ബാധ്യത ഇന്ത്യക്കില്ലേ? ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വരേണ്ട ഒരു ബാധ്യത ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന വിശ്വഗുരു എന്നൊക്കെ പറയുന്ന സംഗതിക്ക് നിൽക്കാൻ നമ്മൾ പ്രാപ്തരാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചില പൊസിഷൻസിൽ നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകൾ എടുത്തേ പറ്റുള്ളൂ. അത് ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ നമ്മൾ നേരിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് വിളിച്ചു പറയാൻ അവർക്ക് വേണ്ടി ഒരു ശബ്ദമാകാനെങ്കിലും നമുക്ക് സാധിക്കണമായിരുന്നു. അതുപോലും സാധിച്ചില്ല. അവിടെ ഹിന്ദു കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നടക്കുന്ന വിഷയം അവിടെയും ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നതും അവിടെയും ഇത് തന്നെയാണ്. ഇതിലെല്ലാം ശബ്ദമാകേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അത് ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വശം. എന്നിട്ട് നമ്മൾ ഇതിന് ന്യായം ഇതേപോലെ കണ്ടെത്തേണ്ടി വരുന്നത് അതൊരു ഒരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ തന്നെയാണ് ഞാൻ പറയുള്ളൂ. അതൊരു ഗതികേട് തന്നെയാണ്.
എന്തായാലും ഇന്ത്യ നിലവിലെടുത്തിരിക്കുന്ന താലിബാന്റെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ആരിഫ് സാർ പറഞ്ഞതുപോലെ എന്തിന് ഇന്ത്യക്ക് താലിബാൻ എന്ന ചോദ്യമാണ് ആത്യന്തികമായി ഉയരുന്നത്. താലിബാന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ കൊണ്ട് ആവശ്യങ്ങളുണ്ട്. ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ നിലനിൽക്കുന്നത് സൗഹൃദപരമായ ഒരു ബന്ധമാണ്. നയതന്ത്രപരമായി വളരെ ശക്തിയാർന്ന ഒരു ബന്ധം സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്ത് വന്നതിന് ശേഷം അവരുടെ രാജ്യത്തെ നിയമങ്ങൾ പ്രാക്ടിക്കലാക്കുക എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ കണ്ണടച്ചോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ആരിഫ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.